നമ്മളിന്ന് എവിടെയാ വന്നേ? സിനോനാസ്. സിനോനാസ് ഒരു ഓതൻറ്റിക് ഇറ്റാലിയൻ സോർഡോ പിസ്സ റെസ്റ്റോറൻ്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് പിസ്സേറിയ ആണ് ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള നിയാപോളിറ്റൻ പിസ്സ മേക്കിംഗ് ട്രഡീഷൻ കൊണ്ടുവന്നത്. മുംബൈയിലും നവി മുംബൈ, പൂനെ, പിന്നെ ബാംഗ്ലൂരൊക്കെ ഇവരുടെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് 2 കൊക്കക്കോളയും പിന്നെ ഈ ഒരു പ്രീമിയം ബെൽജിയൻ റോസ്റ്റഡ് പോർക്ക് ബേക്കണാണ്. ബേസിക്കലി ഒരു സാൻഡ്വിച്ച് ആട്ടോ. ആൻഡ് ഇത് 2 ഡിപ്പാണ്, ഒരു സ്പൈസി ഡിപ്പും ഒരു ഗാർലിക് ഡിപ്പും. ഈ സാൻഡ്വിച്ചിൽ മെയിൻലി ബേക്കൺ, പിന്നെ സ്പിനാച്ച്, പിന്നെ ഇവരുടെ കുറച്ച് സീസണിങ്സും കാര്യങ്ങളും പിന്നെ ചീസൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. ആ ഗാർലിക് ഡിപ്പായിട്ട് കഴിച്ചു നോക്കണം, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. മെയിൻലി ആ ബ്രെഡാണ്, ആ ബ്രെഡിൻ്റെ ടേസ്റ്റായിരുന്നു അത്രയ്ക്ക് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നതും പിന്നെ ചീസും. ആൻഡ് ഇത് 2 ഒലിവ് ഓയിൽസാണ്, ഒന്ന് ചില്ലി ഓയിലും ഒന്ന് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇതെല്ലാം എല്ലാ ടേബിൾസിലും വെച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഫ്ലേവർ കൂട്ടിയോ കുറച്ചോ ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിന് സ്പൈസിനെസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ആൻഡ് ഈ പിസ്സയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് പിസ്സ ബേസൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. പിസ്സ ബേസൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ടോപ്പിങ്സൊക്കെ ഇടുന്നതൊക്കെ എല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ആൻഡ് നമുക്കും ഈ പിസ്സയൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവരിങ്ങനെ ഒരു സെഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് ഐ നീഡ് ടു ട്രൈ ഇറ്റ് വൺസ്. ആൻഡ് നമ്മളൊരു മാർഗ്രീറ്റ പിസ്സയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതൊരു 12 ഇഞ്ച് പിസ്സയായിരുന്നു, ബേസിൽ ലീവ്സും ആൻഡ് ചീസൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിക്കണം. ആ ക്രസ്റ്റിലൊക്കെ ഈ ഒലിവ് ഓയിൽ ഒഴിച്ച് കഴിച്ച് നോക്കണം. ഞാൻ ചില്ലി ഓയിൽ ഒഴിച്ചിട്ട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, ബട്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഈസ് ദ ബെസ്റ്റ്. ഞാൻ ടീസ്പൂണൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തത്, പക്ഷേ അതിലെനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതെനിക്ക് തോന്നുന്നു എക്സ്ട്രാ ചീസ് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ആ ചീസ് പൂളും കാര്യങ്ങളൊക്കെ വരുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ ആണോ? അപ്പോൾ എക്സ്ട്രാ ചീസ് പറയാനുള്ളായിരുന്നു. ഞങ്ങൾ എക്സ്ട്രാ ചീസ് പറയാൻ വിട്ടുപോയായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു ചെറിയൊരു ടേസ്റ്റ് എന്തോ കുറവ് പോലെ തോന്നി. ബട്ട് ഒലിവ് ഓയിലും ആ ഡിപ്പും പിന്നെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിച്ചപ്പോൾ എല്ലാം ബാലൻസ്ഡായി. ഒരു നല്ല ഇറ്റാലിയൻ പിസ്സയൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ സിനോനാസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗുഡ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും.